കോളേജിൽ നിന്ന് ഇറങ്ങി ഹോസ്റ്റലിലേക്ക് നടക്കുന്നതിനിടെ ടീനയുടെ ഉള്ളിൽ പല ചിന്തകളായിരുന്നു. ജങ്കുക്കിന്റെ പാട്ട് അവളെ മനോഹരമായ ഒരു സ്വപ്നം പോലെ തോന്നിച്ചെങ്കിലും അവന്റെ ആ പെരുമാറ്റം ആ സ്വപ്നത്തെ ഉടച്ചു കളയാണ് ഉണ്ടായത്. അഹങ്കാരി, ഇത്രയും ഗമയുള്ള ഒരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വി എത്ര കൈൻഡായിട്ടാണ് സംസാരിക്കുന്നതും മറ്റുള്ളവരോട് പെരുമാറുന്നതും. ഇവനെന്താ ഇങ്ങനെ? ഹോസ്റ്റലിലേക്ക് നടക്കുന്നതിനിടെ അവൾ പിറുപിറുത്തു. അന്ന് രാത്രി ടീനയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ജങ്കുക്കിന്റെ പെരുമാറ്റവും അവൻ പാടുമ്പോൾ അവന്റെ ശബ്ദത്തിലെ വേദനയും തമ്മിലുള്ള പൊരുത്തക്കേട് അവളെ വല്ലാണ്ട് അലട്ടി. ആരാണ് ഈ ജങ്കുക്ക്? ഈ ചോദ്യം ഒരു വിങ്ങലായി അവളുടെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടേയിരുന്നു. പിറ്റേന്ന് കോളേജിൽ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ച് നിൽക്കുമ്പോൾ ടീന ജങ്കുക്ക് നടന്നു പോകുന്നത് കാണാണ്. അവൾ അവന്റെ വഴി തടഞ്ഞു. ജസ്റ്റ് ഒരു മിനിറ്റ്, എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം. ജങ്കുക്ക് പെട്ടെന്ന് നിന്നു. ഹെഡ്ഫോൺ കഴുത്തിലേക്ക് താഴ്ത്തിയിട്ടു. എന്നിട്ട് അവളെ നോക്കി. അതിന് നമ്മൾ തമ്മിൽ എന്താ സംസാരിക്കാനുള്ളത്? ഞാൻ ഇന്നലെ നിങ്ങളുടെ പ്രാക്ടീസ് റൂമിൽ വന്നിരുന്നു. ടീന എന്ന എൻ്റെ പേര്. ഐ എം എ മ്യൂസിക് ലവർ. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പാടും. സോ വാട്ട്? ഇത്രയും ഗമയൊക്കെ പാടുണ്ടോ? നീ വലിയ പാട്ടുകാരനൊക്കെ ആയിരിക്കും, പക്ഷേ മനുഷ്യന്മാരോട് എങ്ങനെ പെരുമാറണ്ടേന്ന് നിനക്കറിയില്ല. അറ്റ്ലീസ്റ്റ് ഒരാൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഒന്ന് ചിരിക്കാൻ പോലും നിനക്ക് പറ്റില്ലേ? ജങ്കുക്ക് ഒന്നുകൂടെ അവളുടെ നേർക്ക് അടുത്ത് വന്നു. അവളുടെ കണ്ണിലേക്ക് നോക്കി. അവൻ പുരികൊന്ന് ചുളിച്ചു വെച്ചു. നോക്ക് ടീന, ഞാൻ കോളേജിൽ വരുന്നത് പഠിക്കാനാണ്, പുഞ്ചിരിക്കാനല്ല. പിന്നെ ഞാൻ പാടുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. അതിനിടയ്ക്ക് ആരും വരുന്നതും എന്നെ ഉപദേശിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. ജഗ്ഗുക്ക് അടുത്തേക്ക് വന്നപ്പോൾ ടീനയ്ക്കാണെങ്കിൽ ഒരു വെപ്രാളാണ് തോന്നിയത്. അവൻ അവളുടെ തൊട്ടടുത്ത് ടീനയുടെ കൺമുന്നിൽ അങ്ങനെ അവളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അവൻ്റെ പെർഫ്യൂമിൻ്റെ മണം ഇപ്പോൾ അവൾക്ക് കിട്ടുന്നുണ്ട്. അവളുടെ ഹൃദയമിടിപ്പ് കൂടാണ്. ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. നീ നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? ജങ്കുക്ക് മറുപടി പറഞ്ഞില്ല. അവൻ അല്പം കൂടി മുന്നോട്ടാഞ്ഞു. അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അവളുടെ നെഞ്ച് പടപടാന്നിടിക്കുന്നത് അവന് കേൾക്കാമായിരുന്നു. ശ്വാസം വിടാൻ പോലും മറന്നുപോയ ഒരു നിമിഷം. അവൻ്റെ ആ നോട്ടത്തിൽ അവൾക്ക് ശരീരം തളർന്നു പോയതുപോലെ തോന്നി. പക്ഷേ ആ സെക്കൻഡിൽ തന്നെ സ്വയം നിയന്ത്രിക്കുകയാണ്. അവളുടെ വിറയൽ അവൻ കാണാതിരിക്കാൻ. ഇതാപ്പം നന്നായി. നിന്റെ വിളിയും വഴിതടയിലൊക്കെ കണ്ടപ്പോൾ വലിയ ധൈര്യശാലിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നീയാണെങ്കിൽ പേടിച്ച് വിറയ്ക്കുകയാണല്ലോ. അതെൻ്റെ പേടി കൊണ്ടൊന്നുമല്ല. നിന്റെ ഈ അഹങ്കാരം കാണുമ്പോഴുള്ള അതിൻ്റെ ദേഷ്യം പുറത്തോട്ട് വരുന്നതാ. നീ മറ്റുള്ളവരുടെ ഫീലിങ്സിനൊന്നും ഒരു വിലയും കൊടുക്കാറില്ലേ? അതോടെ ജങ്കുക്ക് ഒരു ചെറു ചിരിയോടെ അവളുടെ മുഖത്തിനടുത്തേക്ക് അവൻ്റെ മുഖം നീക്കി. ടീന അറിയാതെ പിന്നിലേക്കൊരു ചുവട് വെച്ചു. അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഫീലിങ്സോ? എനിക്കോ? അതെനിക്ക് പണ്ടേ നഷ്ടപ്പെട്ടതാണ്. പിന്നെ മര്യാദയുടെ കാര്യം, അത് ഞാൻ അർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. എന്നെ മാറ്റാൻ നീ നോക്കണ്ട. നീ തോറ്റുപോവേയുള്ളൂ. ഇതും പറഞ്ഞ് ജങ്കുക്ക് നടന്നുപോയി. അവൻ നടന്നു പോകുമ്പോൾ അവൻ്റെ ഷോൾഡർ ടീനയുടെ ദേഹത്തുകൂടെ ചെറുതായിട്ടൊന്ന് തട്ടി. ആ ഒരു സ്പർശനം അവളുടെ ഉള്ളിലൂടെ ഒരു ഇടിമിന്നൽ പോലെയാണ് കടന്നുപോയത്. അവൻ കൺമുന്നിൽ നിന്ന് മായുന്നത് വരെ ടീന അവിടെ തന്നെ നോക്കി നിന്നു. അവളുടെ കൈകൾ ഇപ്പോഴും വിറയ്ക്കുന്നു. പെട്ടെന്നാണ് വീട് ശബ്ദം പുറകിന്ന് കേട്ടത്. എന്താണ് ടീന, വല്ലാതെ വിറയ്ക്കുന്നുണ്ടല്ലോ? ടീന ഞെട്ടിപ്പോയി. തേങ്ങ ഇത്രയും നേരം പുറകിലുണ്ടായിരുന്നോ? അവൻ്റെ മുഖത്ത് എപ്പോഴും കാണാറില്ല ആ ചിരി ഇപ്പോൾ കാണുന്നില്ല. ഒരുതരം അസ്വസ്ഥതയാണ് ആ കണ്ണുകളിൽ അവൾ കണ്ടത്. അത് ഞാൻ ചുമ്മാ ഒന്ന് പരിചയപ്പെട്ടതാ. പക്ഷേ അവൻ എൻ്റെ അടുത്ത് ഉടക്കാനാ വരുന്നത്. അവനങ്ങനെ ആരും അടുപ്പിക്കാറില്ല, പ്രത്യേകിച്ച് പെൺകുട്ടികളെ. എന്നിട്ടും അവൻ നിന്റെ അടുത്ത് ഇത്രയും നേരം സംസാരിച്ചു നിന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നുക. നീ എന്താ അവൻ്റെ അടുത്ത് ചോദിച്ചത്? വീട് സംസാരം ഒരുതരം ചോദ്യം ചെയ്യൽ പോലെയാണ് ടീനയ്ക്ക് തോന്നിയത്. ജങ്കുക്ക് മറ്റൊരാളോട് സംസാരിക്കുന്നത് അവനൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അവൻ്റെ നോട്ടത്തിൽ നിന്ന് വ്യക്തമായിരുന്നു. നീ എന്താ ഇത്ര ടെൻഷനാവുന്നേ? ഞാൻ ജസ്റ്റ് കാഷ്വൽ ആയിട്ടാണല്ലോ സംസാരിച്ചത്. ടെൻഷൻ അല്ല ടീന, അവൻ്റെ കാര്യം അത് വേറെയാണ്. അവനെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. നീ അവൻ്റെ പുറകെ നടന്ന് അവനെ ബുദ്ധിമുട്ടിക്കണ്ട. നീ എന്തോ പറയാൻ വേണ്ടി വന്നപ്പോഴാണ് അവരുടെ അടുത്തേക്ക് ജിമ്മിന് ഓടി വന്നത്. ഡാത്തേ, നീ ഇവിടെ നിൽക്കണോ? അവിടെ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നുണ്ട്. ഹലോ ടീന, നീ ഇവിടെ എന്തെടുക്കുക? നിന്റെ മ്യൂസിക് നോട്ട്സ് അവിടെ പ്രാക്ടീസ് റൂമിൽ ഇരിപ്പുണ്ടല്ലോ. ജിമ്മിൻ്റെ പെട്ടെന്നുള്ള വരവോടെ അവിടുത്തെ അന്തരീക്ഷം ഒന്ന് മാറി. പക്ഷേ തേ അപ്പോഴും ടീനയെ ഒരു വല്ലാത്ത ഭാവത്തിൽ നോക്കുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ വരാടാ. പിന്നെ ടീന, ഞാൻ പറഞ്ഞത് മറക്കണ്ട. കുക്കിക്ക് അവൻ്റെതായ സ്പേസ് ആവശ്യമാണ്. സോ പ്ലീസ് അവൻ്റെ അടുത്തുനിന്ന് കുറച്ച് മാറി നിൽക്കുന്നത് നന്നായിരിക്കും. ഇതും പറഞ്ഞ് വി ജിമ്മിൻ്റെ കൂടെ നടന്നു പോയെങ്കിലും ഇടയ്ക്കിടെ ടീനേനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ടീന ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആണ്. അവൾക്കിപ്പോൾ ജങ്കുക്കിനേക്കാൾ വലിയ മിസ്റ്ററി ആയിട്ടാണ് തേയുടെ ഈ പെട്ടെന്നുള്ള പെരുമാറ്റം കണ്ടപ്പോൾ തോന്നിയത്. വി നടന്നു പോയെങ്കിലും അവൻ പറഞ്ഞ ആ വാക്കുകൾ ടീനയുടെ കാതിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. അവനെന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞത്? ജങ്കുക്കിന്റെ ദേഷ്യം മനസ്സിലാക്കാം, കാരണം അവൻ എല്ലാവരുടെ അടുത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ തേ എപ്പോഴും ചിരിച്ചും തമാശ പറഞ്ഞും കൂടെ നിൽക്കുന്നവൻ പെട്ടെന്ന് ഇങ്ങനെ ഗൗരവക്കാരനായത് എന്തുകൊണ്ടായിരിക്കും? ജങ്കുക്കിനെ കെയർ ചെയ്യുന്നതുകൊണ്ടാണോ, അതോ അവനിൽ നിന്ന് മറ്റുള്ളവരെ അകറ്റാനാണോ വി ശ്രമിക്കുന്നത്? ടീന അവളുടെ ബാഗ് തോളിലിട്ട് ലൈബ്രറി ലക്ഷ്യമാക്കി നടന്നു.
അവളുടെ ഉള്ളിൽ ചോദ്യങ്ങൾ ഒന്നിനൊന്നായി കൂടിക്കൊണ്ടുവരികയാണ്. ജങ്കൂക്കിന്റെ നിശബ്ദതയും വീട് പെട്ടെന്നുള്ള സ്വഭാവ വ്യത്യാസവും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ഈ കോളേജ് ക്യാമ്പസിൽ എല്ലാവരും കാണുന്നതിനപ്പുറം മറ്റെന്തോ കൂടിയുണ്ട്. അവളങ്ങനെ ലൈബ്രറിയിലെത്തി. ലൈബ്രറിയിലെ ഇടനാഴിയിൽ വെളിച്ചം കുറവായിരുന്നു. ടീന പതിയെ അകത്തേക്ക് കയറി. പഴയ പുസ്തകങ്ങളുടെ ഗന്ധമുള്ള ആ വലിയ ഹാൾ. ആ സമയം അവിടെ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ കുറച്ച് പഴയ മ്യൂസിക് റെക്കോർഡ്സ് എടുക്കാൻ വന്നതായിരുന്നു. അവസാനത്തെ ഷെൽഫിനടുത്തേക്ക് നീങ്ങിയ ടീന പെട്ടെന്ന് നിന്നു. അവിടെ തറയിൽ കുറച്ച് പേപ്പേഴ്സ് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അവൾ അതിൽ നിന്ന് ഒന്നെടുത്തു. അതൊരു സ്കെച്ചായിരുന്നു, പകുതി വരച്ചു ചേർത്ത ഒരു മുഖം. അത് ജങ്കൂക്കിനെ പോലെ ഇരുന്നു. പക്ഷേ ആ ചിത്രത്തിന് താഴെ ചുവന്ന മഷിയിൽ എഴുതിയ ആ വാചകം കണ്ട് ടീനയുടെ ശ്വാസം നിലച്ചുപോയി. ചില നിശബ്ദതകൾ മരണത്തേക്കാൾ ഭയാനകമാണ്. അവൾ ആ പേപ്പറിൽ മുറുകെ പിടിച്ചു. പിന്നിൽ ആരോ നടന്നു വരുന്ന ശബ്ദം കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ഇരുട്ടിൽ നിന്നൊരാളുടെ രൂപം തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു.